നമസ്കാരം. ഇനി വരുന്ന 5 വർഷം നമ്മളെ ആര് ഭരിക്കണം എന്നതിനെക്കുറിച്ച് നമ്മളൊക്കെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. കൊട്ടിക്കലാശവും കഴിഞ്ഞു. ഇനി ഒരു ദിവസം നിശബ്ദ പ്രചരണം, അത് കഴിഞ്ഞാൽ പോളിംഗ് ബൂത്തിൽ പോയി നമ്മളൊക്കെ വോട്ട് ചെയ്യും. ഇനി കാര്യമായ അട്ടിമറിക്കൊന്നും സാധ്യതയില്ല. വോട്ട് ചെയ്യേണ്ടത് ആർക്ക് എന്ന കാര്യത്തിൽ എല്ലാവരും തീരുമാനത്തിലെത്തിയിരിക്കുന്നു. ഇനി ആരൊക്കെ എന്തൊക്കെ വായിട്ടലിച്ചാലും ഒരു കാര്യവുമില്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നമ്മൾ മനസ്സിലാക്കുന്നത് ഫീൽഡിൽ നിന്നും അല്ലാതെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ട്രെൻഡ് UDF അനുകൂലമാണ്. എന്ന് വെച്ചാൽ ഒരുപക്ഷെ UDFൻ്റെ ഒരു തരംഗം പോലും ഉണ്ടായേക്കാം എന്ന സൂചനയുണ്ട്. അത് UDFനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, നേരെ മറിച്ച് പിണറായിയോടുള്ള വിരോധം കൊണ്ടാണ്. എല്ലാ അർത്ഥത്തിലും പിണറായി ഭരണമൊഴിയണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം പെരുകി വരുന്നു. പിണറായി ഇനിയും ഭരിച്ചാൽ CPIM ഇല്ലാതാകും എന്ന് വിശ്വസിക്കുന്നവരാണ് നല്ല സഖാക്കളെല്ലാം. പിണറായിയുടെ ഭരണം താങ്ങാനുള്ള ശേഷി ഒരു വിശ്വാസിക്കും ഇനിയില്ല. ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, മുസൽമാനാവട്ടെ, ദൈവവിശ്വാസിയാണെങ്കിൽ ഇനി പിണറായി വേണ്ട എന്ന നിലപാടിലേക്ക് അവർ മാറുന്നു. ആ ഒരു പ്രത്യേക സാഹചര്യം തീർച്ചയായും UDFന് അനുകൂലമായ അന്തരീക്ഷമുണ്ടാക്കും. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനെതിരായ മുസ്ലിം ധ്രുവീകരണം ശക്തമായ അടിയൊഴുക്കിന് കാരണമാകുമ്പോൾ. അതേസമയം BJP കാര്യമായി മുന്നേറ്റം നടത്തുമെന്ന് തീർച്ചയാണ്. വലിയൊരു വിഭാഗം CPMകാർ ഇതിനോടകം BJPക്കാരായി മാറിയിരിക്കുന്നു. എന്നാൽ BJP നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവർക്ക് അധികാരം കിട്ടില്ല എന്നുള്ള ഒരു തോന്നലാണ്. അധികാരം എന്തായാലും കിട്ടില്ല, അപ്പോൾ പിന്നെ എന്തിനു വോട്ട് പാഴാക്കണം എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. ആ ഒരു പ്രതിസന്ധിയെ BJP മറികടക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ BJPക്ക് 2-3 സീറ്റെങ്കിലും കിട്ടുകയും തുടർന്ന് CPM പോലുള്ള ഒരു ഹിന്ദു പാർട്ടിയിൽ നിന്നും BJPയിലേക്ക് വലിയ ഒഴുക്കുണ്ടാവുകയും ചെയ്താൽ മാത്രമേ അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ BJPക്ക് മുന്നേറ്റം നടത്താൻ കഴിയൂ. ഇക്കുറി 3 മുന്നണികളും നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെ പരിശോധിച്ചാൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ, ചെറുപ്പക്കാരെ, മിടുക്കന്മാരെയൊക്കെ നിർത്തിയിരിക്കുന്നത് BJPയാണ്. 2020 BJDS ഒക്കെ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ സംശയാസ്പദമാണെങ്കിലും BJPയുടെ സ്ഥാനാർത്ഥികൾ കൃത്യമായ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്തവരാണെന്ന് ബോധ്യമാണ്. ചില മണ്ഡലങ്ങളിൽ പരാതികളുണ്ട്. ഉദാഹരണത്തിന് ചെങ്ങന്നൂർ മത്സരിക്കേണ്ടിരുന്ന സന്ദീപ് വാചസ്പതി എന്തുകൊണ്ടാണ് ഹരിപ്പാട് മത്സരിച്ചത് എന്ന് പലർക്കും പിടികിട്ടുന്നില്ല. പക്ഷെ പൊതുവെ BJPയുടെ സ്ഥാനാർത്ഥികൾ മികവുറ്റവരാണ്. എന്നാൽ ആ മികവ് ഒരുപക്ഷെ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ തമ്മിൽ വോട്ട് വിഭജനത്തിൽ പ്രതിഫലിച്ചെന്ന് വരില്ല. ജയിച്ചാലും ഇല്ലെങ്കിലും ചില BJP സ്ഥാനാർത്ഥികളുടെ പേര് പറയാതെ പോകുന്നത് അനുചിതമാകും. കാരണം LDFലെയും UDFലെയും, അതായത് CPMലെയും കോൺഗ്രസിലെയും ഒക്കെ നേതാക്കന്മാർ അവരുടെ സ്ഥാനാർത്ഥികളിൽ പലരും മറുനാടനോട് വലിയ അടുപ്പം കാണിക്കാറുണ്ടെങ്കിലും അവരൊക്കെ അവരുടെ രാഷ്ട്രീയ പൊസിഷനിങ്ങിൻ്റെ ഭാഗമായി അടുപ്പം കാണിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് അവർക്ക് ആർക്കെങ്കിലും കാര്യമായ ആത്മാർത്ഥതയുണ്ടെന്ന് അനുഭവപ്പെട്ടിട്ടില്ല. എന്നാൽ ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന BJPയിലെ ചെറുപ്പക്കാർ മറുനാടനോട് ആത്മാർത്ഥമായ അഭിനിവേശം കാണിച്ചിട്ടുള്ളവരാണ്. എല്ലാ പ്രേക്ഷകർക്കും അറിയാം, ഒരേ സമയം എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സംഘടിത ശക്തികളോടും എതിരിട്ട് നിൽക്കുമ്പോൾ വലിയ പ്രതിസന്ധിയാണ്. ഈ കാലഘട്ടത്തിൽ ആത്മാർത്ഥതയോടുകൂടി ഒരു അനുഭാവം പ്രകടിപ്പിക്കുകയും കൂടെ നിൽക്കും എന്ന് ഉറപ്പു നൽകുകയും പരസ്യമായി പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്ത കുറേ ചെറുപ്പക്കാർ BJPയിൽ മത്സരിക്കുന്നുണ്ട്. അവർ ജയിക്കുമോ ഇല്ലയോ എന്നത് പ്രസക്തമല്ല. അവരുടെ പേരൊന്ന് പറഞ്ഞു പോയില്ലെങ്കിൽ അത് മനസാക്ഷിക്ക് നിരക്കുന്നതാവില്ല എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യുമ്പോൾ പല UDFകാരും CPMകാരും മറുനാടൻ BJP സ്ഥാനാർത്ഥികളെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ആരോപണമേ വരും. എക്കാലത്തും ഇത്തരം ആരോപണങ്ങളുണ്ട്. കോൺഗ്രസ്സുകാർ പറയും BJPക്ക് വേണ്ടി പടപൊരുതുന്നയാളാണെന്ന്. BJPക്കാർ പറയും തെരഞ്ഞെടുപ്പാകുമ്പോൾ കോൺഗ്രസിന് വേണ്ടി ഹിഡൻ അജണ്ടയിൽ പ്രവർത്തിക്കുന്നവരാണെന്ന്. ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല. ഈ പറയുന്ന 8 പേരെക്കുറിച്ചും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട്, അവർ മറുനാടനോട് കാണിക്കുന്ന ആത്മാർത്ഥത കൊണ്ട് മാത്രമല്ല, അവരുടെ സ്ഥാനാർത്ഥിത്വം ആളുകൾ അറിയേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അവർക്ക് വോട്ട് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ്. ആർക്കും വേണ്ടി വോട്ട് ചോദിക്കുന്നില്ലെങ്കിലും ഇവരെ ഒന്ന് പരിചയപ്പെടുത്താതിരിക്കുന്നത് നീതികേടാവും എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നു. ആദ്യത്തെ വ്യക്തിയുടെ പേര് ശങ്കുറ്റി ദാസ് എന്നാണ്. ശങ്കുറ്റി ദാസ് BJPയുടെ സ്ഥാനാർത്ഥിയായി ഷൊർണൂറിൽ മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ ഷൊർണൂറിൽ സന്ദീപ് വാര്യർ BJPക്ക് വേണ്ടി മത്സരിച്ച് വോട്ട് ഒരുപാട് വർദ്ധിപ്പിച്ചതാണ്. ആ വോട്ട് ഇനിയും വർദ്ധിപ്പിക്കുക എന്ന ദൗത്യമാണ് ശങ്കുവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ശങ്കുവിനെ പരിചയപ്പെട്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഇത്രയേറെ നന്മയുള്ള, ഇത്രയേറെ അറിവുള്ള, ഇത്രയേറെ ശാന്തനായ ഒരു ചെറുപ്പക്കാരൻ അപൂർവമാണ് രാഷ്ട്രീയത്തിൽ. അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. ഒപ്പം അദ്ദേഹം ഒരു വലിയ ഭക്തനാണ്. ആത്മീയമായ വഴികളിലൂടെ തന്നെ പൊതുപ്രവർത്തനം നടത്തുന്ന മനുഷ്യനാണ്. ആരെയും വേദനിപ്പിക്കാറില്ല, ആരെയും ദ്രോഹിക്കാറില്ല. വലിയൊരു അപകടത്തിലൂടെ കടന്നുപോയപ്പോൾ ശങ്കുവിനെ രക്ഷിച്ചത് ലോകം മുഴുവനുള്ള മനുഷ്യരുടെ പ്രാർത്ഥനയാണ്. ശങ്കു മത്സരിക്കുകയാണ് എന്ന് ആരെങ്കിലും അറിയാതിരിക്കുന്നുണ്ടെങ്കിൽ അറിയേണ്ടതുണ്ട്.
ശംഖുവിനെ പോലുള്ള ചെറുപ്പക്കാരെ സ്ഥാനാർത്ഥികളാക്കാൻ BJPക്ക് മാത്രമേ കഴിയൂ. അധികാരത്തിന് പിന്നാലെ പോകുന്ന ചെറുപ്പക്കാരനല്ല ശംഖു. ശംഖുവിനെക്കുറിച്ച് ശ്രീജിത്ത് പണിക്കർ എഴുതിയ ഒരു ചെറിയ കുറിപ്പ് വായിച്ചാൽ ശംഖുവിനോട് എന്തുകൊണ്ടാണ് ഏതു മനുഷ്യർക്കും ഇഷ്ടം തോന്നുന്നത് എന്നതിന് വ്യക്തതയുണ്ടാവും. എല്ലാ പാർട്ടികളിൽ നിന്നുമായി നല്ല സുഹൃത്തുക്കളായി നിരവധി പേരാണ്, പ്രത്യേകിച്ച് യുവാക്കളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഒരാളെയും പിണക്കാൻ വയ്യാത്തതുകൊണ്ട് സൗഹൃദത്തിന് പേരിൽ പോലും ആർക്കും വേണ്ടി പ്രചരണത്തിന് പോയില്ല. എന്നാൽ ഇങ്ങനൊരു പോസ്റ്റെങ്കിലും ഇടാതിരിക്കാൻ കഴിയില്ല. ഹൂ വിൽ യു ട്രസ്റ്റ് യുവർ ലൈഫ് വിത്ത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ കണ്ണും പൂട്ടി ഞാൻ പറയുന്ന പേരാണ് ശങ്കുറ്റി ദാസ്. മേൽപ്പറഞ്ഞ സുഹൃത്തുക്കളിൽ ഏറ്റവും ആദ്യം പരിചയപ്പെട്ടതും ഇവൻ എന്നെങ്കിലും ഒരു ജനപ്രതിനിധി ആയിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ചിന്തയുണ്ടായതും ശംഖുവിനെ കുറിച്ചാണ്. നിയമജ്ഞാനം, ആത്മാർത്ഥത, വിശ്വാസ്യത, അവതരണശേഷി, പ്രതിപക്ഷ ബഹുമാനം, ഇതെല്ലാം ആവോളമുണ്ട് ശംഖുവിനെ. ശംഖുവിൻ്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാത്ത മാധ്യമപ്രവർത്തകൻ വേണു ബാലകൃഷ്ണൻ ശംഖുവിനെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ മാത്രം മതി അവൻ്റെ പൊതു സ്വീകാര്യത മനസ്സിലാക്കാൻ. നിലപാടുകളിൽ ഉറച്ച ബോധ്യമാണ് ശംഖുവിൻ്റെ മൂലധനം. ചെറുപ്പം എന്നത് മാത്രമല്ല, രാഷ്ട്രീയത്തിൽ വരാൻ ഒരാൾക്കുണ്ടാകേണ്ട യോഗ്യത. അയാൾ പൊതുരംഗത്ത് ഏതൊക്കെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നതും പ്രധാനമാണ്. ശബരിമല പ്രക്ഷോഭകാലത്തെ ഒരു തട്ടിപ്പുകാരൻ്റെ ചെമ്പോലയ്ക്ക് ആധികാരികത നൽകി സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാൻ ഗൂഢശ്രമം നടന്നപ്പോൾ അതിനെ നിയമപരമായി ചെറുത്തു തോൽപ്പിച്ചത് ശംഖുവാണ്. സർക്കാരിൻ്റെ രാഷ്ട്രീയ സമ്മേളനങ്ങൾക്ക് ക്ഷേത്ര പരിസരങ്ങൾ ദുർവിനിയോഗിച്ചപ്പോൾ അതിനെയും നിയമപരമായി പരാജയപ്പെടുത്തിയത് ശംഖുവാണ്. മലബാർ കലാപകാരികളെ വാഴ്ത്തിപ്പാടുന്ന ചലച്ചിത്രാഖ്യാനം ഉണ്ടാകുന്നതിനെ ചരിത്ര വസ്തുതകൾ നിരത്തി തടഞ്ഞതും ബോധവൽക്കരണം നടത്തിയതും ശംഖുവാണ്. ശംഖു അധ്യക്ഷനായ പൊന്നാനി ദയാനന്ദ വിദ്യാമന്ദിർ സ്കൂൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ചുരുക്കം വർഷങ്ങളിൽ കൈവരിച്ച വളർച്ച ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. രാഷ്ട്രീയം ഏതുമാകട്ടെ, അനീതിയെ ചോദ്യം ചെയ്യുന്ന, ജനപക്ഷത്തു നിന്ന് ഇടപെടലുകൾ നടത്തുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാണ് നിയമനിർമ്മാതാക്കൾ ആവേണ്ടത്. ശക്തമായ ഇടതുകോട്ടയിലാണ് മത്സരം. കരുത്തനായ MLA ആണ് എതിർപക്ഷത്തെ. എങ്കിലും മരിക്കാത്ത പോരാട്ട വീര്യത്തിന് മണ്ണാണല്ലോ ഷൊർണൂർ. എനിക്ക് അവനെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളതും ഇത്രമാത്രമാണ്. യു ക്യാൻ ട്രസ്റ്റ് യുവർ ലൈഫ് വിത്ത് ഹിം. ശംഖുവിന് ആശംസകൾ. ശ്രീജിത്ത് പറഞ്ഞതിനെ ഞാനും എൻഡോഴ്സ് ചെയ്യുന്നു. ഒരുപക്ഷെ ഷൊർണൂറിലായിരുന്നു എൻ്റെ വോട്ടെങ്കിൽ ഞാൻ ശംഖുവിനെ ചെയ്യുമായിരുന്നുള്ളൂ. ശംഖു ജയിക്കും എന്ന വിശ്വാസം കൊണ്ടൊന്നുമല്ല പറയുന്നത്. പക്ഷേ ശംഖുവിനെക്കുറിച്ച് ഇത്രയുമെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് അനീതിയാകും എന്നതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. രണ്ടാമത്തെ ആൾ അനൂപ് ആൻ്റണിയാണ്. അനൂപ് ആൻ്റണിയെക്കുറിച്ച് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. തിരുവല്ലയിൽ മത്സരിക്കുന്നു. തിരുവല്ലയിൽ അനൂപ് ആൻ്റണി ജയിക്കും എന്ന് തീർത്തു പറയാൻ പറ്റുന്ന സാഹചര്യമൊന്നുമില്ല. പക്ഷേ മോദിയുടെ സന്ദർശനത്തിന് ശേഷം തിരുവല്ലക്കാർ തിരിച്ചറിയുന്നു, അനൂപ് ആൻ്റണി ഒരു സാധാരണക്കാരനല്ല, ഒരു സാധാരണ നേതാവുമല്ല. നന്മകളേറെയുള്ള സൗമ്യനായ, എന്നാൽ ദേശീയ തലത്തിൽ വലിയ സ്വാധീനമുള്ള, അധികാരത്തിന് വേണ്ടി അല്ലാതെ BJP രാഷ്ട്രീയം സ്വീകരിച്ച ഒരു ആദർശവാനാണെന്ന്. എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന അനൂപ് തിരുവല്ലയിൽ ഇക്കുറി വലിയ നേട്ടമുണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. തിരുവല്ലയിലെ മനുഷ്യർക്ക് അനൂപിനെ നന്നേ പിടിച്ചിരിക്കുന്നു. അനൂപിനെ പോലുള്ളവർ പൊതുരംഗത്ത് സജീവമാകണം എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം ഏറെയാണ്. തിരുവല്ലയിലെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായ മാത്യു ടി തോമസ് അഴിമതി നടത്തി കേരളത്തെ വെള്ളത്തിൽ മുക്കി എന്ന മാത്യു കൊഴനാടൻ്റെ വെളിപ്പെടുത്തൽ പുറത്തു വരുമ്പോൾ ആ ആരോപണം മന്ത്രി കൃഷ്ണൻകുട്ടി തന്നെ നടത്തുമ്പോൾ ഒരുപക്ഷെ ഇക്കുറി മത്സരം അനൂപ് ആൻ്റണിയും വർഗീസ് മാമനും തമ്മിലാവാം. എന്ന് വെച്ചാൽ മന്ത്രി മാത്യു ടി തോമസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. മൂന്നാമൻ തീർച്ചയായും ഷോൺ ജോർജ് ആണ്. മറുനാടനോട് ഷോൺ ജോർജിനുള്ള വാത്സല്യവും സ്നേഹവും എല്ലാവർക്കും അറിയാവുന്നതാണ്. പൂഞ്ഞാർ എന്ന ക്രൈസ്തവ മണ്ഡലത്തിൽ 3 സീറോ മലബാർ ക്രിസ്ത്യാനികൾ തമ്മിലുള്ള മത്സരത്തെ കടുത്ത ത്രികോണ മത്സരമാക്കി മാറ്റിയിരിക്കുന്നു ഷോൺ ജോർജ്. ഷോൺ ജോർജിൻ്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും പ്രോബ്ലം സോൾവിംഗ് കപ്പാസിറ്റിയും പാലാക്കാർ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പാലായുടെ ഭാഗധേയം മാറ്റി എഴുതുന്ന വിധത്തിൽ ഷോൺ ജോർജ് മുന്നേറ്റം നടത്തുന്നു എന്നാണ് പാലായിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഷോൺ ജോർജിനെ അങ്ങനെ തള്ളിക്കളയാൻ പാലാക്കാർക്ക് കഴിയില്ല എന്ന ഷോണിൻ്റെ ആത്മവിശ്വാസം ശരിയോ തെറ്റോ എന്നറിയാൻ ഇനി അധിക ദിവസങ്ങളില്ല. നാലാമത് പറയേണ്ട പേര് സന്ദീപ് വാചസ്പതിയുടേതാണ്. സന്ദീപ് വാചസ്പതി ഒരു മുൻ മാധ്യമ പ്രവർത്തകനാണ്. ആലപ്പുഴയിലെ BJP പ്രസിഡന്റായി പോയി. ചെങ്ങന്നൂർ കേന്ദ്രീകരിച്ച് ശക്തമായ അടിത്തറ BJPക്ക് ഉണ്ടാക്കി. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP പല പഞ്ചായത്തുകളും പിടിച്ചെടുത്തു. ചെങ്ങന്നൂരിൽ സന്ദീപ് വാചസ്പതി മത്സരിക്കുമെന്ന് കണക്കാക്കിയിരുന്നെങ്കിലും അവസാന നിമിഷം സന്ദീപിനെ ഹരിപ്പാടേക്ക് മാറ്റി. ഹരിപ്പാട് BJPയുടെ ഒരു ശക്തി കേന്ദ്രമല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20,000-ൽ താഴെ വോട്ടുകൾ മാത്രമാണ് BJP സ്ഥാനാർത്ഥി നേടിയത്. എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ നേടിയ മുന്നേറ്റം അത് സന്ദീപിന് ഗുണകരമാവുമെന്ന് കണക്കാക്കപ്പെടുന്നു. സന്ദീപ് വാചസ്പതിയെ മറക്കാൻ മറുനാടന് ഒരിക്കലും കഴിയില്ല. 2023 ജൂലൈ മാസം
മറുനാടൻ ഓഫീസ് പൂട്ടി സീല് ചെയ്ത് മുഴുവൻ കമ്പ്യൂട്ടറുകളും പിടിച്ചെടുത്തുകൊണ്ടുപോയ ആ ദുരന്ത സമയത്ത് മറുനാടിന് വേണ്ടി വാർത്ത വായിച്ച് അയച്ചു തന്നെ സർക്കാരിനെ വെല്ലുവിളിച്ച ധീരനായിരുന്നു സന്ദീപ് വാചസ്പതി. ആ സന്ദീപ് ഹരിപ്പാട് മത്സരിക്കുമ്പോൾ ഒരക്ഷരമെങ്കിലും പറയാതെ പോകുന്നത് അനുചിതമായതുകൊണ്ട് തന്നെ സന്ദീപിനെയും പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അഞ്ചാമൻ യുവരാജ് ഗോകുലാണ്. നെടുമങ്ങാടാണ് യുവരാജ് ഗോകുൽ മത്സരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ BJPക്കുള്ള സ്വാധീനം എല്ലാവർക്കും അറിയാം. നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും കാട്ടാക്കടയും ഒക്കെ BJP ഒന്നല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്താണ്. ആ സ്ഥാനത്തേക്ക് കടന്നു വരുന്ന മറ്റൊരു മണ്ഡലമാണ് നെടുമങ്ങാട്. നെടുമങ്ങാട് 2016 VV രാജേഷ് മത്സരിച്ചപ്പോൾ 35,139 വോട്ടാണ് നേടിയത്. 2021 അത് 26,861 കുറഞ്ഞെങ്കിലും ഇക്കുറി റെക്കോർഡ് ഭേദിക്കും എന്ന ആത്മവിശ്വാസം യുവരാജ് ഗോകുലിനുണ്ട്. യുവരാജ് ഗോകുലിന് വിശദമായൊരു അഭിമുഖം മറുനാടൻ സ്പെഷ്യലിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ചെറുപ്പം മുതൽ ദേശീയ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന യുവരാജ് നെടുമങ്ങാട് മത്സരിക്കുമ്പോൾ നെടുമങ്ങാടിന്റെ ചരിത്രത്തിൽ റെക്കോർഡായി മാറും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി എടുത്തു പറയേണ്ടത് നവ്യ ഹരിദാസിന്റെ പേരാണ്. ഇതുവരെ നവ്യയുമായി നേരിട്ട് സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല. എന്നാൽ BJPയുടെ ഉദിച്ചു വരുന്ന ഒരു താരമായ നവ്യയുടെ പേര് പറയാതിരിക്കുക നിവൃത്തിയില്ല. എഞ്ചിനീയറിംഗ് പാസ്സായതിനു ശേഷം HSBC എന്ന അന്താരാഷ്ട്ര കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന നവ്യ ലക്ഷങ്ങൾ ശമ്പളമുള്ള ആ ജോലി വേണ്ടെന്ന് വെച്ചിട്ടാണ് 2015 കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ ഇറങ്ങുന്നത്. നവ്യയുടെ ചുറുചുറുക്കും മിടുക്കും കോഴിക്കോടുകാർ അംഗീകരിച്ചു. 2015 20 നവ്യ ഹരിദാസ് കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറായി. ഇപ്പോൾ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയാണ്. പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ചപ്പോൾ നവ്യയുടെ ചടുലമായ ഭാഷണം ദേശീയ ശ്രദ്ധ നേടിയിരുന്നു. കഴിഞ്ഞ തവണ കോഴിക്കോട് സൗത്തിൽ മത്സരിച്ച് 20% വോട്ട് നേടാൻ നവ്യയ്ക്ക് കഴിഞ്ഞു. കോഴിക്കോട് സൗത്ത് BJPക്ക് ഒട്ടും സാധ്യതയുള്ള മണ്ഡലമായിരുന്നില്ല നവ്യ മത്സരിക്കുന്നത് വരെ. എന്നാൽ ഇക്കുറി കോഴിക്കോട് നോർത്താണ് നവ്യയ്ക്ക് കൊടുത്തിരിക്കുന്നത്. MT രമേശ് കഴിഞ്ഞ തവണ മത്സരിച്ച് 22% വോട്ട് നേടിയ കോഴിക്കോട് നോർത്തിൽ നവ്യ മത്സരിക്കുന്നതോടെ മത്സരം ഏതാണ്ട് ത്രികോണത്തിൻ്റെ രീതിയിലേക്ക് മാറുന്നു. നവ്യ ഹരിദാസിനെ പോലെ അറിവും വിദ്യാഭ്യാസവും വികസന കാഴ്ചപ്പാടും അനുഭവജ്ഞാനവുമുള്ളവരെ സ്ഥാനാർത്ഥികളാക്കുന്ന BJPക്ക് എങ്ങനെ നന്ദി പറയാതിരിക്കാൻ പറ്റും? കരുനാഗപ്പള്ളിയിൽ മത്സരിക്കുന്ന ജിതിൻ ദേവിനെ കുറിച്ചും തൃശൂർ വടക്കാഞ്ചേരിയിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിനെ കുറിച്ചും കൂടി പറയാതെ ഈ എപ്പിസോഡ് പൂർത്തിയാവുകയില്ല. തൃശ്ശൂരിൽ നടന്ന നേഴ്സുമാരുടെ മഹാസമ്മേളനത്തിൽ നേഴ്സുമാരുടെ പ്രശ്നത്തെക്കുറിച്ച് ഉല്ലാസ് ബാബുവിനൊപ്പം ഡിബേറ്റിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നു. അന്ന് മനസ്സിലായതാണ് ഉല്ലാസ് ബാബുവിന് മിടുക്ക്. ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായി പറയാനും അത് വിശദീകരിക്കാനും ഉല്ലാസ് ബാബുവിന് മികവേറെയാണ്. ചാനൽ ചർച്ചകളിൽ BJPക്ക് വേണ്ടി ഉല്ലാസ് ബാബു നടത്തുന്ന പോരാട്ടങ്ങൾ മാത്രം മതി ആ ചെറുപ്പക്കാരൻ്റെ പേര് അടയാളപ്പെടുത്താൻ. 2016 21 വടക്കാഞ്ചേരിയിൽ മത്സരിച്ച ഉല്ലാസ് ബാബു 2026 അവിടെ ഭാഗ്യപരീക്ഷണം നടത്തുമ്പോൾ BJPയുടെ സ്ഥിരതയുള്ള ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയാതെ കടന്നു പോകാൻ സാധ്യമല്ല. കരുനാഗപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയായി വന്ന ജിതിൻ ദേവ് അവിടെ വലിയ ഓളം സൃഷ്ടിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ കരുനാഗപ്പള്ളി ഏറെ മുന്നേറിയിരുന്നു. അതിൻ്റെ തുടർച്ച ഏറ്റെടുക്കാനാണ് ജിതിൻ ദേവ് മത്സരിക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ UDFും LDFും തമ്മിലല്ല BJPക്കും ശബ്ദമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് ജിതിൻ ദേവിൻ്റെ ശബ്ദം ഉയർന്നിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിൽ BJP പ്രവർത്തകർ അത്യാവേശത്തിലാണ്. ചാനൽ ചർച്ചകളിൽ സ്ഥിരം പങ്കെടുക്കുന്ന ജിതിൻ ദേവ് BJPക്ക് മുതൽക്കൂട്ടാവും ഈ തെരഞ്ഞെടുപ്പോടെ എന്ന് വിശ്വസിക്കുകയാണ് BJP പ്രവർത്തകരും നേതാക്കളും. വിദ്യാഭ്യാസവും പ്രാഗൽഭ്യവുമുള്ള ഇത്രയേറെ ചെറുപ്പക്കാരെ രംഗത്തിറക്കിയ മറ്റൊരു മുന്നണി ഒരുപക്ഷെ കേരളത്തിലുണ്ടാവില്ല. ഇവർ വിജയിക്കുമോ എന്നതല്ല പ്രസക്തം. ഇവർ നേടുന്ന വോട്ടും ഇവരുടെ സാന്നിധ്യവും വരും ദിവസങ്ങളിൽ കേരളത്തിൽ ചർച്ചയാവും എന്നത് തന്നെയാണ് പ്രസക്തമായ വിഷയം.